യാതൊന്നും ഇല്ലല്ലോ മായാലോകേ യാതൊന്നും ഇല്ലല്ലോ ദൈവസ്നേഹം ഒന്നേയും സംശയേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27 സങ്കീർത്തനം 12 വാക്യം. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ മോഹങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട് സാത്താൻ്റെ കൈകളിൽ എത്തപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതം ഭയാനകമാണ്. ദൈവജനത്തെ പോലും തൻ്റെ കൈകളിൽ എത്തിച്ച് അവരെ തൻ്റെ ഇഷ്ടാനുസരണം കഷ്ടപ്പെടുത്താനും നശിപ്പാനും സാത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. കാരണം കള്ളസാക്ഷികളും ക്രൂരത്വം പ്രവർത്തിക്കുന്നവരും എനിക്ക് എതിരായി നിൽക്കുകയാണ്. ക്രൂരമായ ദുഷ്ടന്മാരുടെ കൈകളിൽ എത്തിക്കുവാൻ ശത്രു ദിനംപ്രതി ശ്രമിക്കാറുണ്ട്. അതുല്യാം ഗുഹയിൽ ദാവീദ് പാർക്കുമ്പോൾ അവൻ്റെ ശത്രുവായ ശൗൽ അതുല്യാം ഗുഹയിൽ എത്തുന്നുണ്ട്. ശൗലിനെ കൊന്നുകളയുവാൻ കൂടെയുള്ളവർ പ്രേരിപ്പിക്കുമ്പോഴും അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞ് ദാവീദ് അതിൽ നിന്ന് പിന്തിരിയുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും നമ്മെ തകർത്ത് കളയുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തന്ത്രങ്ങളിൽ വീണുപോകാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നമ്മെ തകർക്കുവാൻ പല കണികളും ശത്രു വിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ദൈവാലോചനയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ആലോചനയിൽ നടപ്പാൻ കൃപ ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.